ഹായ് മാജിക് മോർണിംഗ്. ബി മാജിക്കിന്റെ 2192 സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഫാമിലി കൗൺസിലറായ സിന്ധു സൂരജ് മാം ആണ്. ഹൗ ടു മാനേജ് യുവർ തോട്ട്സ് എന്ന ടോപ്പിക്കിനെ പറ്റി. വെൽക്കം മാം. Good morning. Thank you so much. Hello. Good morning, ma'am. Good Am I morning. audible? Good morning, Yeah. ma'am. Yes. Okay. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാഡം. കാണാം. കാണുന്നുണ്ട്. മുമ്പേ കുട്ടി പറഞ്ഞിരുന്നു ട്രാവലിംഗിലാണ്, വണ്ടിയിലാണ് ഉള്ളത്. ഇപ്പൊ കാണാം. ഓക്കെ. പോവാനിങ്ങനെ റെഡി ആയി. ഇന്നത്തെ മെഡിറ്റേഷൻ എത്ര പേരുണ്ട്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് പേരുണ്ടോ? 17 ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ഉദ്യമത്തിന് ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഗ്രേറ്റ് അപ്രീസിയേഷൻ. ഓക്കെ, താങ്ക്സ് ടു ഇൻക്ലൂഡിങ് മീ ഓൾസോ. കാരണം മുൻപ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തൊരു മൈൻഡ് പവർ മെഡിറ്റേഷൻ ട്രെയിനിങ് ആയിരുന്നു ഡോക്ടർ പി വിജയന്റെ. അപ്പോൾ ഏകദേശം ഒരു 90 ദിവസക്കാലം തുടർച്ചയായിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന അതേ മെഡിറ്റേഷൻ ആണ് ഇന്ന് രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്തത്. കുറെ കാലം ശേഷം, അതിന് ശേഷം ഇപ്പോഴും ഞാൻ ഇടയ്ക്കെല്ലാം കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് വീണ്ടും കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും ഫീലൊക്കെ വന്നത്. അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന, ഭയങ്കര നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഇന്ന് രാവിലെ കേൾക്കാൻ പറ്റിയത്. അതിനൊരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് അവർ തോട്ട്സ് എന്നാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമുക്ക് നമ്മളെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പറ്റും? ചിന്തിക്കുന്നുണ്ടോ? ഇല്ലേ? ആരും ചിന്തിക്കുന്നില്ലേ? എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നു. നമ്മള് എല്ലാവരും മ്യൂട്ടാണോ? ഹോസ്റ്റ് മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതെല്ലാം മ്യൂട്ടാണോ? നമ്മളെ തോട്ട്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്നുണ്ടോ? മാനേജ് ഉണ്ട് ചെയ്യാൻ ഇത്തിരി അല്ലേ? വിഷമമാണ്, ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ആണ്. തോട്ട്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണെന്നാണ് വിചാരിക്കുന്നത്. തോട്ട്സിനെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. Yes, ma'am. വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് നമ്മൾ തോട്ട്സിനെ മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താ എന്നുള്ളത് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയില് ഈ ഒരു ടോപ്പിക് ആദ്യമായിട്ടായിരിക്കില്ല, ഒരുപാട് തവണ വന്നു പോയിട്ടുണ്ടായിരിക്കണം. അപ്പോ എന്നെ സംബന്ധിച്ച് പുതിയതായിട്ട് നിങ്ങളെ പുതിയ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലേ? ഹനുമാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കുരങ്ങനാണ്. ഹനുമാന് കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ കടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചാടി. അത്ര പവർഫുൾ ആണ് ആള്. മുകളിലേക്ക് ചാടിയ സമയത്ത് സൂര്യ ഭഗവാൻ ശപിച്ചു അത്രേ, നിനക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഓർമ്മയില്ലാതെ പോട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോട്ടെ എന്ന് ശപിച്ചു അത്രേ. അപ്പൊ അമ്മയായിട്ടുള്ള അഞ്ജന സൂര്യന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, ഭഗവാനെ ശപിക്കരുത്, ഒരുപാട് കാര്യങ്ങള് ഹനുമാന് ഭാവിയിൽ ചെയ്യാനുള്ളതാണ്. ഹനുമാന്റെ ജന്മം തന്നെ വിശേഷപ്പെട്ട ജന്മാണ്. അപ്പോ ഈ ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞിട്ട് അഞ്ജന സൂര്യന്റെ കാല് പിടിച്ചു. അപ്പൊ സൂര്യൻ പറഞ്ഞു, ഓക്കെ, ആരെങ്കിലും ഒരാള് നിന്നെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നിനക്കിത് ഓർമ്മ വരും. ശാപമോക്ഷം കൊടുത്തു അത്രേ. അങ്ങനെയാണ് രാമൻ സീതയെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് മുന്നേ പോവാൻ വേണ്ടി, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മുന്നേ പോണത് ഹനുമാനാ. മുന്നേ പോവാൻ വേണ്ടി നോക്കുമ്പോ ആർക്കും എന്തായില്ല, സമുദ്രം ചാടി കിടക്കാൻ കഴിയുന്നവരാരുമില്ല. അപ്പൊ ജാമ്പവാൻ ഓർമ്മ വന്നു. ജാമ്പവാൻ ചിരഞ്ജീവി ആയിട്ടുള്ള ഒരു കുരങ്ങനാ, മരണമില്ല, ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാ. അപ്പൊ ജാമ്പവാൻ എന്ന് പറഞ്ഞ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു,
നീ ഈ കാണുന്ന പോലത്തെ സാധാരണ കുരങ്ങനെ പോലത്തെ ഒരാളല്ല. നിനക്ക് നിന്റെ ശരീരം ആവശ്യത്തിന് ചെറുതാക്കാനും ആവശ്യത്തിന് വലുതാക്കാനും കഴിയും. അതുപോലെ നിനക്ക് 100 യോജന അകലേക്ക് ചാടിക്കടക്കാൻ കഴിയും. വായുവിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുത വാനരനാണ് നീ. അതുകൊണ്ട് നീ മാത്രമാണ് ഇവിടുന്ന് പോവാൻ യോഗ്യനായിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഹനുമാൻ അങ്ങോട്ട് ബൂസ്റ്റായി. ഹനുമാന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്ന് ഹനുമാൻ നിന്ന നിൽപ്പില് പർവ്വതത്തിനേക്കാൾ ഉയരത്തിലേക്ക് വലുതാവുകയും ഉറുമ്പിനേക്കാൾ ചെറുതാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ പറയാ ബ്യൂട്ടി. അപ്പൊ ജാമ്പവാനെ പോലെ ഒരാള് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണം. ഒരു പക്ഷെ നിങ്ങൾ പലതവണ കേട്ട കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇത് നമ്മളെല്ലാവരും മിക്കവാറും സമയത്ത് നമ്മൾ മറന്നു പോകും. അപ്പൊ എന്റെ ഡ്യൂട്ടി ജാമ്പവാന്റെ ഡ്യൂട്ടിയാ. എന്നെ തന്നെയും നിങ്ങളെയും സമൂഹത്തിനെയും എന്ത് ചെയ്യാണ് ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കാ പറയാൻ പറ്റുക? എന്താണ് ചിന്തകൾ? അയ്യോ, ആരുമില്ല. എന്തെങ്കിലും പഴയതായിട്ടുള്ള ഓർമ്മകള്. ചിന്തകൾ എവിടെയുള്ളത്? ഇവിടെയാണോ? പഴയ ഓർമ്മകളാണ് ചിന്തകള്. ശരി, പറയും എന്റെ ഹൃദയത്തിൽ നിന്നാണ് ആ ചിന്തകൾ വന്നത് എന്നൊക്കെ പറയും. ഹൃദയത്തിൽ നിന്ന് ചിന്തകൾ വരുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇല്ല. ഇതെന്താണ് ആരൊന്നും മിണ്ടാത്തത്? ശരിക്കും അങ്ങോട്ട് ഉറക്കം മതിയായിട്ടില്ലേ എന്നാർക്കും? ബ്രെയിനിൽ നിന്നല്ലേ ചിന്തകൾ ഉണ്ടാകുന്നത്? ബ്രെയിനിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. ബ്രെയിനിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ അകത്തുണ്ടാകുന്ന സംതിങ് അല്ലെ? ചിന്തകൾ എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്തുണ്ടാവുന്ന ഇമ്പൾസസിനെ നമുക്ക് എന്ത് പറയാം? ചിന്തകൾ എന്ന് പറയാം അല്ലെ? അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, വരാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ നമ്മള് ആശങ്കകൾ ഉണ്ടായിരിക്കും, നമ്മുടെ പേടികൾ ഉണ്ടായിരിക്കും, സന്തോഷങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന് ദിവസത്തില് 60,000-ഓളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഈ 60,000-ഓളം ചിന്തകളെ നമ്മള് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ഒരു മനുഷ്യൻ ആരായി തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ എത്ര തരം ചിന്തകളുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര തരം ചിന്തകളുണ്ട്? എന്ത് ചെയ്യാം? ചിന്തകളെ തൽക്കാലം 2 തരമായിട്ട് തിരിക്കാം. നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സ്. ക്യാമറയൊക്കെ ഓണാക്കി. ഭയങ്കര സന്തോഷം, എനിക്ക് ആളുകളെ കാണാൻ പറ്റിയല്ലോ. അപ്പോ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും, പിന്നെ 2 തരം ചിന്തകൾ കൂടിയുണ്ട്. 4 നമുക്ക്. ഇതിനെ ന്യൂട്രൽ തോട്ട്സ് ഉണ്ടായിരിക്കും അല്ലെ? ന്യൂട്രൽ തോട്ട്സ് എന്താ? ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത, നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ലാത്ത, ഡെയിലി നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന കാര്യങ്ങൾ ന്യൂട്രൽ തോട്ട്സ്. 4-മത്തെ ഒരു വിഭാഗം കൂടി ഉണ്ട്. ദിസ് ഇസ് ക്രിയേറ്റീവ് തോട്ട്സ്. പുതിയ കാര്യങ്ങളെ നമ്മളെ ലൈഫിലേക്ക്, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ ക്രിയേറ്റീവ് തോട്ട്സിലാണ് നമ്മളുടെ ലൈഫ് ആക്ച്വലി ബിൽഡ് ചെയ്യപ്പെടുന്നത്. ക്രിയേറ്റീവ് തോട്ട്സിലാണ്. അപ്പൊ 4 തരം ചിന്തകള്: നെഗറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്, പിന്നെ ന്യൂട്രൽ തോട്ട്സ്, പിന്നെ ക്രിയേറ്റീവ് തോട്ട്സ്. അപ്പൊ ഇങ്ങനെ 4 തരം ചിന്തകളാണ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് എല്ലാ ദിവസവും ഈ 60,000-ആയിട്ട് കൂടി ചേർന്ന് പോകുന്ന 4 തരം ചിന്തകളാണ്. ഈ 4 തരം ചിന്തകളില് എങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യാന്ന് പറയാം. നെഗറ്റീവ് തോട്ട്സ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ കമ്പനിയില് നമ്മളുടെ ബോസ് രാവിലെ ഒരു 6 മണിക്ക് നമ്മളെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു 5:30-ക്ക് നമ്മളെ വിളിക്കുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെർവസ് ആവുന്നു. ആക്ഷൻ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബോസ് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ആദ്യം കടന്നു പോകുന്ന ചിന്ത, ഇത്ര നേരത്തെ അദ്ദേഹം എന്നെ വിളിക്കണമെങ്കിൽ ഇന്നലെ ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ആ ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ എന്തായി? നെർവസ് ആയി അല്ലെ? നെർവസ് ആയി, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി, നമ്മുടെ ശബ്ദം വിറയ്ക്കാൻ തുടങ്ങി. നമ്മൾ ഫോൺ എടുത്തിട്ട് പറയുന്നു, സാർ ഹലോ, സാർ ആക്ച്വലി വിളിച്ചത് എന്തിനായിരിക്കണം? വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും അവിടെ നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം
ഈ ആൾ ഈ കാര്യം പറഞ്ഞ് കഴിഞ്ഞ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് കാം ആവാനുള്ള സമയം നമുക്കില്ല അല്ലെ? സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? റിപ്ലൈ കൊടുക്കണം. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമ്മളെ കൂൾ ആൻഡ് കാം ആക്കാനുള്ള സമയം നമുക്കില്ല. ഒബ്വിയസ്ലി നമ്മളെ നെർവസ്നെസ്സും നമ്മളുടെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സും എല്ലാം എന്ത് ചെയ്യും? മറ്റേ ആൾക്ക് മനസ്സിലാവും. അയാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. എന്താണ് ഇപ്പൊ രാവിലെ തന്നെ വിളിക്കുന്ന സമയത്ത് ഇയാൾ എന്താ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുന്നതൊക്കെ അയാൾക്ക് തോന്നും. മറിച്ച് നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ് തോട്ട് വരുന്നു. ഈ തോട്ടിന് ഒരു തോട്ട് വരുന്നു, ഈ തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ മരുന്നൊന്നുമില്ല, ഇത് താനേ വരുന്നതാ. പകരം നമ്മൾ എന്ത് ചിന്തിക്കുന്നു? സിറ്റുവേഷൻ ഇതാണ്, നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചിന്തിക്കുന്നു അതല്ല, ആൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം എന്നെ വിളിക്കുന്നത് എന്ന് പറയുന്നു. നമ്മളൊന്ന് കൂളായി കാമായ ശേഷം നമ്മൾ ഫോൺ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കും? കാമായിട്ടുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കും. ഓക്കെ, നമ്മൾ കൂളായിട്ട് കാമായിട്ട് ഫോൺ എടുക്കുന്നു, ആളും സമാധാനമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് നെഗറ്റീവ് തോട്ട്സ്. സിറ്റുവേഷൻസ് നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുകയും ചിന്തകൾ നമ്മളുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ ഇതാണ്. വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇനി എക്സാമ്പിൾ ഇല്ല, ആരുമില്ല. രാവിലെ ഇങ്ങനെ ആക്റ്റീവായിട്ട് എന്താ പറയാ ചൂടിയായിട്ട് ഇരിക്കണം ഞങ്ങള്. രാത്രിയിൽ എനിക്ക് ഉറങ്ങിയിട്ട് അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അല്ല ഇങ്ങനെ മാം, ചിന്തിക്കുന്നു, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാ നമ്മൾ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഫോണിൽ ബെല്ലടിച്ച് നമ്മുടെ പെട്ടെന്ന് ഏതെങ്കിലും വിളിക്കും. പെട്ടെന്ന് ബന്ധുക്കൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കുകയോ എന്ത് പറ്റിയിട്ടാണ് അവരിത്ര രാത്രി വിളിക്കുന്നു എന്നൊരു ഭയം ഉണ്ടാവാറുണ്ട്. ഭയം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് നെഗറ്റീവ് തോട്ട്. നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ടും ചിന്തിക്കാല്ലേ? നമ്മളെ പെട്ടെന്ന് സ്വപ്നം കണ്ട് നമ്മളെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് വിളിക്കുന്ന ആളും ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കില്ല, പകരം നമ്മളെ പേടിച്ചു അല്ലെ? അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഈ ചിന്ത ഉണ്ടല്ലോ, ഇത് നമ്മൾ പർപ്പസ്ഫുള്ളി വരുന്നതല്ല. അതായത് നമ്മൾ ഇങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് വരുന്നതല്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ വർഷങ്ങളായിട്ടുള്ള നമ്മളെ തോട്ട് പാറ്റേണിന്റെ ഭാഗമായിട്ട്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട്, നമ്മളിലുള്ള ജനിക്കുന്നതിന് മുൻപേ ഉള്ള, അതായത് നമ്മൾ ഗർഭത്തിലായിരിക്കുമ്പോ പോലും സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. മാം ബ്രേക്ക് ആകുന്നുണ്ട്, സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട് മാം. നമ്മളെ തോട്ട് പ്രോസസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഹലോ, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതലേ എന്നുള്ള നമ്മളെ തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്താണ്, നമ്മളെങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് എന്ത് വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഈ നമ്മുടെ ഈ പാറ്റേൺ ആണ്. ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ എത്രയോ വർഷങ്ങളെടുത്ത് ഇത് ഉണ്ടായി വന്നതാ. അതിന് നമ്മൾ വർഷങ്ങളെടുത്തുള്ള പ്രാക്ടീസിലൂടെ തന്നെ വേണം പതുക്കെ പതുക്കെ മാറ്റി മാറ്റി കൊണ്ടുവരാൻ. ഇപ്പൊ ഏകദേശം ഞാനൊരു മൈൻഡ് പവർ ട്രെയിനിങ്ങും അതുപോലെ മൈൻഡ് പവർ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു 8-9 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് എന്നെ കുറെയൊക്കെ എന്റെ തോട്ട് പ്രോസസ്സിനെ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് എന്ത് ചിന്തിക്കണം എന്നുള്ളതിന് ഒരു പരിധി വരെ നെഗറ്റീവ് തോട്ട്സ് അങ്ങനെ അധികം വരാറില്ല. നോർമൽ മനുഷ്യനെ സംബന്ധിച്ച് ഈ നെഗറ്റീവ് തോട്ട്സ് വരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികം. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം, വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ട്സ്, ഈ തോട്ട്സിലെ സിറ്റുവേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റുക? ഈ വരുന്ന ചിന്തകൾ അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മളെ ആറ്റിറ്റ്യൂഡ്, ഇതിനോടുള്ള നമ്മളുടെ റെസ്പോൺസ്, സാഹചര്യങ്ങളോടുള്ള നമ്മളുടെ റെസ്പോൺസ്, ഈ 2-3 കാര്യങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ മാനേജബിൾ അല്ലാത്ത, നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്തൊക്കെയാണോ അത് മാത്രം മാനേജ് ചെയ്യാൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് ട്രെയിൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ട്രിക്ക്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ചെറിയ കുട്ടികളുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മള് ചെറിയ കുട്ടികള് ഒരു പൊട്ടുന്ന കളിപ്പാട്ടം അല്ലെങ്കിൽ പൊട്ടുന്ന എന്തെങ്കിലും ഒരു ഗ്ലാസ് അവരത് കയ്യിൽ പിടിച്ചിട്ട് കരയാണ്. ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടി ഉറക്കെ കരയും, കുട്ടി ഇതിനെ കുറിച്ച് വാശി പിടിച്ചുകൊണ്ടിരിക്കും.
ചിലപ്പോ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സമയത്ത് പൊട്ടിയിട്ട് കുട്ടിയുടെ കൈ മുറിയാവാനും മുറി വരാനും ചാൻസ് ഉണ്ട്. അപ്പോ ഈ സാധനത്തിന് നമ്മൾ എങ്ങനെ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക? അമ്മമാർക്ക് പെട്ടെന്ന് കിട്ടും, നല്ല നല്ല അച്ഛന്മാരുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യണോ ആൻസറിന്? ആരെങ്കിലും പറയുന്നുണ്ടോ? വേറെ ഏതെങ്കിലും അവർക്ക് അതോ ഞാൻ ആകർഷണം തന്നെ തോന്നുന്ന പറയട്ടെ? അവർക്ക് ആകർഷണം തോന്നുന്ന വേറെ സാധനങ്ങൾ കാണിക്കുമ്പോ അവരത് നമ്മുടെ കയ്യിൽ തരും. സൂപ്പർ, എക്സാക്ട്ലി, സൂപ്പർ. അതായത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുട്ടിക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം അതിന്റെ ഇടത്തെ കൈയിലേക്ക് കൊടുത്തിട്ട് വലത്തെ കയ്യിലിരിക്കുന്ന ഈ പൊട്ടുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് പുറത്തേക്ക് ഒറ്റ കൊടുക്കണം. നമുക്കത് വേണ്ട, അത് എടുത്തിട്ട് ഒറ്റ കൊടുക്കണം. ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അല്ല കേട്ടോ, ഇവിടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാ. ഇതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ഏതെങ്കിലും ഒരു അമ്മായി വഴക്ക് പറഞ്ഞതിന്റെ ടെൻഷനൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വകയിൽ ഏതോ ഒരു അമ്മായി അന്നൊരു കല്യാണത്തിന് കണ്ടപ്പോ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതിന്റെ സങ്കടം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ എക്സാക്ട്ലി ഞാനും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അമ്മായി വഴക്ക് പറഞ്ഞോന്നല്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു കഴിഞ്ഞ ചില കാര്യങ്ങളെ പ്രസന്റ് സമയത്ത് വന്നിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ വിഷമിക്കാറുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഈ സാധനത്തിന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമില്ലാത്ത പൊട്ടുന്ന കളിപ്പാട്ടാണ്. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ട്, അതായത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കണം. 3 ചോദ്യങ്ങൾ മതി ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കാൻ. 3 ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1, എനിക്ക് എന്താണ് വേണ്ടത്? ഇതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ചോദ്യങ്ങൾ മാത്രം പോരാ, ഉത്തരങ്ങളും കൂടി വേണം. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് വേണം എഴുതി വയ്ക്കണം. എനിക്ക് ഏത് കാറ് വേണം, എനിക്ക് ഏത് വണ്ടി, ഏത് വീട് വേണം, ഞാൻ എന്ത് പഠിക്കണം, ഏത് തരം മനുഷ്യരാണ് എന്റെ കൂട്ടുകാരാവേണ്ടത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ എടുത്തു പോരുന്നത് പോലെയല്ല നമുക്കൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റർക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് എങ്ങനത്തെ ഫുഡ് വേണമെന്ന്, അല്ലേ? എന്ത് ഫുഡ് നമുക്ക് കഴിക്കാൻ വേണം നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് പിന്നെ മസാല ദോശ വേണോ, അതില് പിന്നെ മസാല ദോശയിൽ മസാല ഏത് ടൈപ്പ് വേണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താലാണ് നമ്മൾ ആഗ്രഹിച്ച പെർഫെക്റ്റ് മസാല ദോശ നമുക്ക് കിട്ടുക. അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതൊരു റെസ്റ്റോറന്റ് പോലെയാ. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം എനിക്ക് എന്ത് വേണം, ഇന്ന കാര്യങ്ങൾ വേണം. ഈ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ലിസ്റ്റിനെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊരു ചിത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ എന്ത് ചെയ്യണം? പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ദിവസവും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോ ഈ മനോഹരമായിട്ടുള്ള ചിത്രത്തിൽ ഒരെണ്ണം, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തോണ്ട്. ഓക്കെ, നിങ്ങള് പച്ച നെല്ലിക്ക ഇപ്പൊ കാണുന്നുണ്ടോ? പച്ച നെല്ലിക്ക കാണുന്നുണ്ടോ? മഞ്ഞ നെല്ലിക്ക കാണുന്നുണ്ടോ? മഞ്ഞ നെല്ലിക്ക കാണുന്നുണ്ടോ? കേട്ടില്ല മേഡം. മഞ്ഞ നെല്ലിക്ക കാണുന്നുണ്ടോ? ചുവപ്പ് നെല്ലിക്ക കാണുന്നുണ്ടോ? ചുവപ്പ് നെല്ലിക്ക കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവപ്പ് നെല്ലിക്ക കാണുന്നുണ്ട്. ചുവപ്പ് നെല്ലിക്കയും മഞ്ഞ മാങ്ങയും ഒരേ സമയം കാണാൻ പറ്റും നോക്കി. ചുവപ്പ് നെല്ലിക്കയും മഞ്ഞ മാങ്ങയും ഒരേ സമയം കാണാൻ പറ്റും നോക്കി. ഒരു ടേബിളിലല്ല, ഒരു സമയം ചുവപ്പ് നെല്ലിക്ക, അതേ സമയം മഞ്ഞ മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റൂല. ഒരു പാത്രത്തിൽ വെച്ചിട്ട് കാണേണ്ടി വരും, അല്ലേ? ഒരു പാത്രത്തിൽ വെച്ചിട്ട് കാണേണ്ടി വരും. ഒറ്റ സ്ക്രീനിൽ ഒരൊറ്റ സ്ക്രീനിൽ കാണേണ്ടി വരും. അല്ലാതെ നമുക്കിത് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അതിതീവ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം നമുക്ക് വേറൊരു തോട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു തോട്ട് അതേസമയം അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ.
നമുക്ക് തോന്നും നമ്മൾ ഒരേ സമയം ഒരേ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ല, നമ്മളൊരു കസേരയിൽ രണ്ടുപേര് വേഗം എഴുന്നേൽക്കുന്നത് പോലെയാണ് ചിന്തകൾ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുക. പോസിറ്റീവ് നെഗറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ന്യൂട്രൽ, ഇങ്ങനെ മാറി 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 മാറിയാണ് എന്ത് ചെയ്യുക, ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോ നമുക്ക് ചെയ്യാവുന്ന വിദ്യ എന്ന് പറയുന്നത് ഈ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നെഗറ്റീവ് കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റി മനസ്സിലാക്കിയെടുക്കലാണ് ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമ്മൾ എത്ര തവണ മറ്റേ കുരങ്ങന്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സന്യാസി ഹിമാലയത്തേക്ക് പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കേട്ടിട്ടുള്ള ആൾക്കാർ പറയൂ. അതായത് ഇല്ല മാഡം. വയസ്സാവാതിരിക്കാനുള്ള മരുന്ന് തെരഞ്ഞു പോയ സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ല. ഇല്ല. സന്യാസി ഹിമാലയത്തേക്ക് വയസ്സാവാതിരിക്കാനുള്ള മരുന്ന് തെരഞ്ഞിട്ട് പോയി. മരുന്നൊക്കെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പൊ സമയത്ത് ഭാര്യ ചോദിച്ചു, അല്ല ഈ വയസ്സാവാതിരിക്കാനുള്ള മരുന്നൊക്കെ കിട്ടിയതല്ലേ, ആയുർവേദാണല്ലോ, എന്തെങ്കിലും പഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയം ആള് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല. സന്യാസി പറഞ്ഞിട്ടുള്ളത് ഈ മരുന്ന് കഴിക്കുമ്പോൾ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ്. അങ്ങനെ ഇയാള് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം രാവിലെ റെഡിയായി. ഇയാള് മരുന്ന് ബോട്ടിൽ കയ്യിലെടുത്തപ്പോ ഭാര്യ അടുക്കളയിൽ നിന്ന് കണ്ടു. ഭാര്യ പറഞ്ഞു, മറ്റേ കാര്യം മറക്കണ്ട കേട്ടോന്ന്. എന്തായി? അന്നത്തെ മരുന്ന് കഴിക്കല് ആ വഴിക്ക് അങ്ങനെ പോയി. അടുത്ത ദിവസം ഇയാള് മരുന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത്. ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത് വയറ് നിറച്ച് ചീത്തയെ കിട്ടിയതാ, അപ്പൊ ഭാര്യ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇയാള് മരുന്ന് ബോട്ടിൽ കയ്യിലെടുത്തും ഇയാൾക്ക് കുരങ്ങനെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്ത് ചിന്തിക്കരുത് എന്ന് ചിന്തിക്കുന്നു, അത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരിക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുക അതർ തോട്ടിന്റെ പിക്ചർ കൊണ്ട്, ഒരു വിഷ്വൽ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ചിന്തയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ ഇനി നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് തോട്ട്സിനെ ഒരു പോസിറ്റീവ് വിഷ്വൽ കൊണ്ട്, ഒരു പോസിറ്റീവ് തോട്ടിന്റെ വിഷ്വൽ ഇമേജ് കൊണ്ട്, നമ്മളെ മനസ്സിന് മനസ്സിലാവുന്ന ഭാഷ വിഷ്വൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. വീണ്ടും നെഗറ്റീവ് തോട്ട് കയറി വരും, വീണ്ടും റീപ്ലേസ് ചെയ്യുക. വീണ്ടും നെഗറ്റീവ് തോട്ട് കയറി വരും, വീണ്ടും റീപ്ലേസ് ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത് പോലെ, നീന്താൻ പഠിക്കുന്നത് പോലെ ഒരു സ്കില്ലാ. ഇത് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവും. ഇതിലെന്ന് നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നോ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറയും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെ കൊണ്ട് നിറയും. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ തീരും, നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ തീരും. പക്ഷെ ഈ സാധനം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഉള്ളതിന് നന്ദി ഉണ്ടായിരിക്കുക. എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്നതിന് പകരം എനിക്ക് ഇത്രയും ഉണ്ടല്ലോ എന്നുള്ള ചിന്ത സദാ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മള് ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ഞാൻ ഉണർന്നിട്ടുണ്ടല്ലോ, ശ്വാസം എടുക്കുന്നുണ്ടല്ലോ എന്നാണ്. ഇന്നലെ രാത്രി നമ്മുടെ കൂടെ ഉറങ്ങാൻ കിടന്ന പലരും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. പലരും എഴുന്നേൽക്കുന്നത് ഹോസ്പിറ്റൽ കിടക്കകളിലാണ്. പലരും അവർ ശ്വസിക്കുന്നത് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. പലരും ബാത്റൂമിൽ പോകുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. നമുക്ക് ഈശ്വരൻ സഹായിച്ച് ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റി, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. വലിയ കാര്യല്ലേ? ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നതിൽ അപ്പുറത്തേക്ക് വേറെ എന്ത് വേണം അല്ലേ? പല സ്ഥലങ്ങളിലും മനുഷ്യർ യുദ്ധം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും പട്ടിണി കൊണ്ടും ദുരിതം കൊണ്ടും ബുദ്ധിമുട്ടുന്നു. നമുക്ക് ഇന്ന് ഈശ്വരൻ സഹായിച്ച് സമയത്തിന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ട്, ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ചെറുതെങ്കിലും ഉറങ്ങാനുള്ള വീടുണ്ടായിരിക്കും, നമുക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ട് അല്ലെങ്കിൽ ഒരു പായുണ്ട്. വലിയ കാര്യല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ഉള്ളതിന് നന്ദി ഉണ്ടായിരിക്കുക. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ചതല്ല. 38 വയസ്സായി എനിക്ക്. ഞാന് കടന്നു വന്ന വഴി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോ ഈ ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ ജയിക്കേണ്ടത് എന്ന് ഞാൻ പഠിക്കാൻ ഒരു 27, 28 വയസ്സ് പ്രായം എടുത്തു എനിക്ക് ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാം. മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അത്രയും കാലം ഞാൻ സ്ട്രഗിൾ ചെയ്തതിന് കണക്കില്ല. പക്ഷെ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയ ശേഷം, മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം എനിക്ക് പിന്നെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. എനിക്ക് അത്ര വലിയ സ്ട്രഗിൾസ് ഒന്നും ഇപ്പൊ ഇല്ല. ഞാന്
ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സമയം 6:15 ആവുന്നു. എനിക്ക് പോവാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൗൺസിലിംഗ് സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കയറി പോകാൻ പറ്റില്ല. നമ്മളെ ഒരു ജാമ്പവാനെ പോലെ ഒരാളെ നമ്മുടെ കൂടെ വേണം തോന്നും ചില സമയത്ത്. എനിക്കുണ്ട് ജമീൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ട്രെയിനർ ഉണ്ട്. ഞാൻ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാൻ സാറിനെ വിളിക്കാറുണ്ട്. സാർ, ഞാൻ ഇങ്ങനെ സ്റ്റക്കാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, ഒരു മെന്റർ വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് യു ക്യാൻ കണക്ട് മീ. ഐ എം ടെക്നിക്കലി സ്കിൽഡ് ഫോർ സപ്പോർട്ടിങ് യു. അപ്പോ ഫോൺ നമ്പർ ഒന്നുകിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷൈമിന മാഡത്തിന്റെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ വൈൻഡ് അപ്പ്. Am I audible? ഹലോ, കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അതെ, നമുക്കിനി ബാക്കി ഫീഡ്ബാക്ക് സെഷൻ ഉണ്ട് മാം. ക്ലാസ്സിനെ പറ്റിയിട്ട് ഫീഡ്ബാക്ക് Okay. പറയാനാണ്. ഓക്കെ ഓക്കെ, ഒരു 5 മിനിറ്റും കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് എനിക്ക് പോകേണ്ടി വരും. ഓക്കെ ഓക്കെ. കുറച്ചു പേർക്ക് വേഗം ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. മാജിക് മോർണിംഗ് താങ്ക് യു. പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു മെഡിറ്റേഷൻ പ്ലേ ചെയ്തിരുന്നത്. അപ്പൊ എന്തോ നിമിത്തം പോലെ സാധാരണ പ്ലേ ചെയ്ത മെഡിറ്റേഷൻ ഓൺ ആവുന്നില്ല, പരസ്യം കയറി വരുന്നു. ഞാൻ കണ്ടു അത്. അപ്പൊ മാമിന് വേണ്ടിയായിരിക്കും തോന്നുന്നു. അപ്പൊ ഞാൻ മുമ്പ് ചെയ്തിരുന്ന മെഡിറ്റേഷൻ, അപ്പൊ അത് പ്ലേ ചെയ്തു. അത് എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പൊ അത് പ്ലേ ചെയ്തു നിമിത്തം പോലെ. പിന്നെ ഇന്നലെ ഞാൻ വായിച്ച ബുക്ക് സത്യം പറഞ്ഞാൽ രാത്രി 2 ദിവസമായി വായിച്ച ബുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരുന്നു, ഡോക്ടർ ജോസഫ് മർഫിയുടെ. അപ്പൊ അതും ഇതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. 2-3 വർഷം മുമ്പ് വാങ്ങിയതാണ്, ഇടയ്ക്ക് വായിക്കാറുണ്ട്. അപ്പൊ ഏതായാലും മാമിന്റെ ക്ലാസ് കേട്ടാൽ മനസ്സിലായി, ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ, സ്വന്തം അനുഭവത്തിൽ പറഞ്ഞപ്പോഴും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ് ആവാന്നുള്ളത് ഉറപ്പായിട്ടുള്ള വെറും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല എന്നുള്ളത് ഇതിലുള്ള പലർക്കും മനസ്സിലാകും. അതുപോലെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുക, ഇത് മോട്ടിവേഷൻ ക്ലാസ് അല്ല, ഇത് ലൈഫിൽ നമ്മൾ പകർത്തിയാൽ റിസൾട്ട് കിട്ടുന്ന ഒരിതാണ്. ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകൾ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ സാധാരണ ചെയ്യല്, ഒന്ന് നിരീക്ഷിച്ച ഒന്ന് അടുത്ത് പോട്ടെ, അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മൊത്തം കുറച്ചുകൂടി എഫക്റ്റീവായി തോന്നുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ. ഇത്ര തിരക്കിനിടയിൽ യാത്ര ചെയ്തതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കുന്നത് വളരെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം, വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ടോപ്പിക്കാണെന്നത്. തോട്ട്സിനെ പറ്റിയില്ല, നെഗറ്റീവ് പോസിറ്റീവ് പറ്റിയിട്ട്. പക്ഷെ ഇപ്പൊ ഒരു മെത്തേഡ് മനസ്സിലാക്കിയ, കാരണം നമ്മൾ നിരന്തരം നെഗറ്റീവിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ലൊരു പോസിറ്റീവ് ചിന്തകൾ കൂടെ വരികയാണെങ്കിൽ കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി. നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നല്ല ഉദാഹരണ സഹിതം നമ്മളെ ക്ലാസ് കിട്ടിയത്. ചെറിയൊരു നെറ്റ്വർക്ക് ചില പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ലാസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇനിയും പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്ക് പറയുന്ന ആളുടെ പേരെന്താ? മുസ്തഫ. മുസ്തഫയ്ക്ക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനും മനസ്സമാധാനം കിട്ടാനും ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. മുസ്തഫയ്ക്ക് മാത്രം എക്സ്പെഷ്യലി. ആ ബാക്കിലൂടെ ഒരാൾ നടന്നു പോയില്ലേ, അയാൾക്ക് രാവിലെ ഒരു ഉമ്മ കൊടുത്താൽ മതി, ജീവിതം മുഴുവൻ സമാധാനം കിട്ടും. രാവിലെ ഒരു ഉമ്മ കൊടുത്തോണ്ട് തുടങ്ങിയാൽ മതി. അമ്മയല്ലേ പോയത്? അല്ലല്ല, പെങ്ങളാ, സിസ്റ്റർ. ആരായാലും, അമ്മയാണെങ്കിൽ അമ്മ, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ. ശരി, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഫീഡ്ബാക്ക് സെഷൻസ് അവസാനിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആണ്. അതുപോലെ വളരെ നല്ല ആപ്റ്റ് എക്സാമ്പിൾസ് ആണ് കിട്ടിയത്. കളിപ്പാട്ടത്തിന്റെ കാര്യമാണ് ഏറ്റവും നന്നായത്. അതുപോലെ തന്നെ ഒരു കസേലയിൽ 2 പേര് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അതും, അതുപോലെ ഈ സന്യാസിന്റെ കാര്യമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു പ്രസന്റേഷൻ തന്നെയായിരുന്നു. അപ്പൊ ഈ കളിപ്പാട്ടത്തിന് ബദലായിട്ട് നമ്മൾ ഇടത്ത് കൈയിലുള്ള സാധനത്തിന് വേറെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിൽ കൂടുതൽ ആകർഷമായിട്ടുള്ള കാര്യം വെക്കണം. അതിന് നമ്മൾ ആദ്യം മാം പറഞ്ഞ പോലെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള നമുക്ക് കൂടുതൽ ആഹ്ലാദം തരുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ് അന്ന് കിട്ടിയത്. അപ്പൊ ആ വിഷ്വൽസിന്റെ കാര്യമാണ് ഏറ്റവും മനോഹരമായത്. അപ്പൊ അതിന്റെ ഭാഷ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ല യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു മാം.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ പെട്ടെന്നൊന്ന് പറയാം, വേണ്ട ആളുകൾ പെട്ടെന്ന് നോട്ട് ചെയ്തോ. 9496674789 9496674789. കിട്ടിയ ആളുകളൊന്ന് ഗ്രൂപ്പിലിട്ടേക്ക്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ആൾ. താങ്ക് യു മാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് താങ്ക് യു നല്ല മാം. സൂപ്പർ ഒരു ക്ലാസ് എടുത്തതിനും ഞങ്ങൾക്കൊരു പ്രചോദനം തന്നതിനും മാമിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഫീഡ്ബാക്ക് ഒരുപാട് പറയുന്നില്ല മാമിന് ടൈം ഇല്ലാത്തതുകൊണ്ട്. താങ്ക് യു. എന്തോ ഒരു താങ്ക് യു പോസിറ്റീവ്. മാം. താങ്ക് യു all. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഹലോ ശ്രീകൃഷ്ണ. പിന്നെ ഇന്നത്തെ ഒരു മെഡിറ്റേഷൻ നല്ല മെഡിറ്റേഷൻ ആയിരുന്നു കേട്ടോ.